ഈ മൂത്രത്തിൽ മൂത്രത്തിൽ നല്ല പത കണ്ടാൽ അത് പ്രോട്ടീൻ ലീക്കിംഗ് ആണ്, കിഡ്നി രോഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഞാൻ ഏതോ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്. ഇത് ഭയങ്കര കുഴപ്പമായി. ആളുകൾ മൂത്രം ക്ലോസറ്റിൽ ഒഴിച്ചാൽ ഉടനെ ഇച്ചിരി പത കണ്ടാൽ ഉടനെ പേടിയാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്, അതല്ല. അതായത് രാവിലെ 11 മണി സമയത്ത് വിജിലന്റ് ആയിരിക്കേണ്ട സമയത്ത് ഉറക്കം തൂങ്ങൽ വരിക, ഉറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷീണം വരിക, മടി വരിക ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രക്തക്കുറവ് ലക്ഷണങ്ങളും പരിഹാരവും എന്ന വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് രക്തക്കുറവ് അഥവാ അനീമിയ എന്നറിയപ്പെടുന്ന, അത് കുട്ടികളിൽ മുതൽ വലിയവരിൽ, പ്രായമായവരിൽ വരെ കണ്ടുവരുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ഈ ശാരീരിക അവസ്ഥ. ഇവിടെ ലക്ഷണം എന്താണ്? രക്തക്കുറവിന്റെ ലക്ഷണം എന്താണ്? HB ഹീമോഗ്ലോബിൻ കുറയാനുണ്ടാകുന്ന കാരണങ്ങൾ എന്ത്? അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ രക്തക്കുറവുള്ളവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷണങ്ങൾ ഒന്ന്, തലകറക്കം, കൂടെ തലകറക്കം പല കാരണങ്ങളുണ്ടാകും. പക്ഷേ തലകറക്കം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രക്തക്കുറവുണ്ടോ. അതായത് ലാബിൽ കൊടുത്ത് രക്തം പരിശോധിച്ചാൽ HBയുടെ തോത് എത്ര എന്ന് നോക്കിയാൽ മതി. 10-ന് താഴെയാണെങ്കിൽ, സാധാരണ ഇതിൽ അതൊരു 12-നും 16-നും ഇടയ്ക്ക് കിടന്നാൽ മതി. 10-ന് താഴെയാണെങ്കിൽ അത് രക്തക്കുറവായിട്ട് കണക്കാക്കാം. അപ്പൊ തലകറക്കമുള്ളവർ ശ്രദ്ധിക്കണം, രക്തക്കുറവുണ്ടോ എന്ന് ലാബിൽ പരിശോധിക്കണം. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഇതൊന്നും നോക്കാതെ വന്നവരുടെ കയ്യിൽ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യം പറയും. അതായത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അത് മറ്റൊരു ലക്ഷണമാണ്, രക്തക്കുറവിന്റെ മറ്റൊരു ലക്ഷണമാണ്. വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണം, ഭയങ്കര ക്ഷീണം, എപ്പോഴും ക്ഷീണം. ഒരു 11 മണി സമയത്ത്, അതായത് രാവിലെ 11 മണി സമയത്ത് വിജിലന്റ് ആയിരിക്കേണ്ട സമയത്ത് ഉറക്കം തൂങ്ങൽ വരിക, ഉറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷീണം വരിക, മടി വരിക ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, രക്തക്കുറവുണ്ടോ എന്ന്. പിന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ചുണ്ടിലും കണ്ണിലും വിളർച്ച, രക്തപ്രസാദമില്ലായ്മ നേരിട്ട് കാണാം. നമുക്ക് കണ്ടാൽ ഉടൻ പരിശോധിച്ചോളണം. അല്ല അതുകൊണ്ട് അത് കൺഫേം ചെയ്യരുത്. ഈ ഒരു ലക്ഷണം കൊണ്ട് രക്തക്കുറവാണ് എന്ന് കൺഫേം ചെയ്യരുത്. രക്തക്കുറവാകാം, കാരണം പല കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഒരു ലക്ഷണം ഞാൻ പറയുമ്പോൾ അതതിൻ്റെ ലക്ഷണമാണ് എന്ന് കരുതി പേടിക്കുന്നവരുണ്ട്. ആരും പേടിക്കരുത് ഇതൊന്നതായിട്ട്. കാരണം എന്താണ് ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ മൂത്രത്തിൽ നല്ല പത കണ്ടാൽ അത് പ്രോട്ടീൻ ലീക്കിംഗ് ആണ്, കിഡ്നി രോഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഞാൻ ഏതോ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്. ഇത് ഭയങ്കര കുഴപ്പമായി. ആളുകൾ മൂത്രം ക്ലോസറ്റിൽ ഒഴിച്ചാൽ ഉടനെ ഇച്ചിരി പത കണ്ടാൽ ഉടനെ പേടിയാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്, അതല്ല. അവിടെ സ്ഥായിയായിട്ട് കുറെ സമയം നിൽക്കുന്ന പത എന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ഒരു ലക്ഷണം കണ്ടിട്ട് ഉടനെ തന്നെ രക്തക്കുറവാണെന്ന കൺക്ലൂഷനിലേക്ക് ആരും എത്തരുത്. പരിശോധിക്കണം മാത്രമേ ഉള്ളൂ. പരിശോധിക്കണം. മറ്റൊന്ന്, ലോ പ്രഷർ.
2 കാരണങ്ങൾ കണ്ടുവരുന്നുണ്ട് ലോ പ്രഷറിന്. ഒന്ന് രക്തക്കുറവാണ്, 2 ഹാർട്ടിന്റെ മസിൽ വീക്ക് ആയതുകൊണ്ടാണ്. അത് രക്തം പമ്പ് ചെയ്ത് അവിടെ എത്താനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? രക്തക്കുറവുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ലാബിൽ പരിശോധിച്ച് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് HB ഒരു 12നും 16നും ഇടക്ക് കിടക്കണമെങ്കിൽ കാര്യമായ കുഴപ്പം ഒന്നും ഇല്ലെന്ന് തന്നെ കണക്കാം. അതിന് ചികിത്സയോ പരിഭ്രാന്തിയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. HB 10ന് താഴെയാണെങ്കിൽ നമ്മൾ ചില നടപടികളിലേക്ക് നീങ്ങിയേ പറ്റൂ. അതായത് എന്തെല്ലാമാണ് ഇത് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തുടക്കത്തിലാണെങ്കിൽ ഇത് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ അത് മാറ്റിയെടുക്കാൻ, നോർമലാക്കി എടുക്കാം. ഇപ്പൊ എൻ്റെ അടുക്കൽ രക്തക്കുറവായിട്ട് എത്തുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെയും രക്തം നോർമലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് അതാണ് ഞാൻ പറയുക. എനിക്ക് അതിന്റെ സയന്റിഫിക് അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരുടെ ഇതിന്റെ ബേസിക് റീസൺസ് എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അടുക്കൽ എത്തുന്നവർക്ക് ഞാൻ എൻ്റെ നിഗമനത്തിന്റെ പുറത്ത് കൊടുത്ത കാര്യങ്ങൾ ഗുണം ചെയ്ത് കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയുക. ഇതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. രക്തം കുറയാനുള്ള കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രക്താണുക്കൾ എവിടെയാണ് ജനിക്കുന്നത് എന്നാണ്. എവിടെയാണ് ജനിക്കുക? അതായത് കൈകൾക്ക് 4 നീണ്ട എല്ലുകളുണ്ട്, 2, 4. കാലുകൾക്ക് 4 നീളമുള്ള എല്ലുകളുണ്ട്. ഈ എല്ലുകളുടെ അകത്തെ മജ്ജയിൽ, എല്ലുകളുടെ 2 അറ്റത്തുമാണ് ഈ ചുവന്ന രക്താണുക്കൾ ജന്മമെടുക്കുക. അവിടെ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നതിന്റെ എണ്ണം കുറയുകയും ജനിക്കുന്നതിന്റെ എണ്ണം കുറയുകയും പഴയത് മുഴുവൻ ചത്തു തീരുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുക, രക്തം പറയുന്നത്. അപ്പൊ മജ്ജയുടെ അസിഡിറ്റി ഒരു മൂല കാരണമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. രക്തത്തിലെ അസിഡിറ്റി ഉണ്ടെങ്കിലോ ചുവന്ന രക്താണുക്കൾ ആയുസത്തിന് മുമ്പ് ഡെഡായി പോവുകയും ചെയ്യും. അപ്പൊ ഈ 2 എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയാണ് പ്രധാന കാരണം. അതാണ് അസിഡിറ്റി, മജ്ജയിലെയും രക്തത്തിലെയും അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റി ഉണ്ടാകുകയും അയൺ കണ്ടന്റ് ഇല്ലാതെ വരികയും ചെയ്താൽ രക്തമുണ്ടാകാൻ പ്രയാസമാണ്, വളരെ പ്രയാസമായിട്ട് വരും. അല്ലെങ്കിൽ എത്ര മരുന്നുകൾ, ഒരുപാട് പേര് മരുന്നുകളൊക്കെ കഴിച്ചു, രക്തത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ, അയൺ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വരും, കുറച്ച് ദിവസത്തേക്ക് രക്തം കുറയാൻ നിൽക്കും, വീണ്ടും പഴയ സ്ഥിതിയിലാവുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ വരിക. അപ്പൊ നമുക്ക് ഇതിന്റെ കാരണം എന്താണെന്ന് പിടികിട്ടിയത് കൊണ്ട് മജ്ജയുടെ അസിഡിറ്റി മാറ്റാനും രക്തത്തിന്റെ അസിഡിറ്റി മാറ്റാനുമുള്ള നടപടികളാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതായത് രക്തത്തിന്റെ അസിഡിറ്റി മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുക്കുംബർ ഫ്രഷ് ജ്യൂസ് രാവിലെ 1 ഗ്ലാസ് വീതം, രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്ക്. അതുകൂടാതെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് 1 കുക്കുംബർ അല്ലെങ്കിൽ പകുതിയെങ്കിലും കടിച്ചു തിന്നുക. ഈ 3 സമയത്ത് ഒരു ദിവസം 3 നേരം ആൽക്കലൈൻ റിച്ച് ആയിട്ടുള്ള കുക്കുംബർ കൺസ്യൂം ചെയ്യുക എന്നാ പറയുക. അതിലൂടെ നമുക്ക് രക്തത്തിന്റെ അസിഡിറ്റി, വയറ്റിലെ അസിഡിറ്റി എല്ലാം കുറക്കണം. വയറ്റിലെ അസിഡിറ്റിയാണ് പതുക്കെ രക്തത്തിലേക്ക് കൈമാറപ്പെടുന്നത്. അപ്പൊ വയറ്റിലെ എടുക്കാം, രക്തത്തിന്റെ അസിഡിറ്റി മാറ്റിയെടുക്കാം. രക്തത്തിലെ അസിഡിറ്റി മാറ്റാതെ മജ്ജയിലെ അസിഡിറ്റി മാറ്റാനും പറ്റില്ല. അപ്പോ മജ്ജയ്ക്ക് ബ്രെയിനും ഒരു ഫാറ്റിലൂടെ ഇത് സാധ്യമാക്കിയെടുക്കണം. അതിന് ഏറ്റവും ഐഡിയൽ ആയിട്ട് കണ്ടിട്ടുള്ളത് അവോക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ സോളുബിൾ ആണ്, ഇൻവിസിബിൾ ഗണത്തിൽപ്പെട്ടതാണ്, ഒപ്പം ഇതിന്റെ pH ന്യൂട്രലാണ്.
അതുകൊണ്ടാണ് ഞാൻ അവക്കാഡോ എന്ന് പറയുന്നത് പ്രിഫർ ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നത്. എനിക്ക് എവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയെന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് സ്പെയിനിൽ നിന്നുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്, സ്പെയിനിൽ നിന്ന്. അത് സ്പാനിഷ് ഭാഷയിലായ കാരണം എൻ്റെ മണ്ടത്തരത്തിന് ഞാനത് മേടിച്ചും വെച്ചില്ല. ഇവിടെ വന്ന് എന്നെ നേരിട്ട് കാണിച്ചതാണ്. ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ കേട്ടു. അതിൽ നിന്നാണ് ഈ മജ്ജയുടെ pH കറക്റ്റ് ചെയ്യാനുള്ള ഒരു 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 ഉപാധി, ഒരു പരിഹാരമായിട്ട് അവക്കാഡോ ഉപയോഗിക്കാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ അവക്കാഡോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും, സ്ഥായി രോഗമായിട്ടുള്ള എല്ലാവർക്കും അവക്കാഡോ കൊടുക്കാൻ പറ്റും. സ്ഥായി രോഗം, ഷുഗർ, ക്യാൻസർ പോലെയുള്ള സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്ക് അവക്കാഡോ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം സ്ഥായി രോഗങ്ങൾക്ക് മജ്ജയിൽ ഇടപെടാതെ സുഖം പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പൊ എളുപ്പത്തിൽ അതുകൊണ്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം നമുക്ക് ആളുകൾക്ക് കൊടുക്കണം. അയൺ കണ്ടന്റ് ഉള്ള ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് പഴങ്ങളാണ്. പഴങ്ങൾ, ഏത് പഴങ്ങളിലാണോ അയൺ കണ്ടന്റ് ഉള്ളത് അത് കൂടുതൽ കൺസ്യൂം ചെയ്യണം. ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ മജ്ജയുടെയും രക്തത്തിൻ്റെയും pH കറക്റ്റ് ചെയ്യാനുള്ള നടപടി എടുത്ത ശേഷം അയൺ കണ്ടന്റ് ഉള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി അത് കൂടുതൽ കൺസ്യൂം ചെയ്യണം. അത് കൺസ്യൂമിൽ മാതളപ്പഴം പോമഗ്രാനൈറ്റ് എന്ന് പറയുന്ന അത് രക്തം കൂടുതലുള്ളതാണ്, അയൺ കണ്ടന്റ് കൂടുതലാണ്, രക്തം കൂടുതൽ ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു പഴമാണ്. കാരണം ഈ മാതളം വളരുന്ന മണ്ണിൽ അയൺ കണ്ടന്റ് ഉണ്ട്. അയൺ കണ്ടന്റ് ഉള്ള മണ്ണിൽ മാത്രമേ മാതളം നമുക്ക് കൃഷി ചെയ്ത് ചുവന്ന നിറത്തിലുള്ള ആ പഴങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അയൺ കണ്ടന്റ് ഇല്ലെങ്കിൽ വെളുത്തിരിക്കുന്നത് അകത്ത്. ഞാനിത് ഇവിടെ കമ്പം തേനിയിൽ ഒരു 10-200 ഏക്കർ വരുന്ന തോട്ടത്തിൽ ഞാൻ ഒരിക്കൽ പോവുകയും അവർ വിളിച്ചിട്ട് അവിടെ പോവുകയും അത് കാണുകയും അവരുടെ ഈ മാതളത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ട് അതിന് സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ മാതളത്തിൻ്റെ മണ്ണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അയൺ കണ്ടന്റ് ഉള്ള മണ്ണിലാണ്, അതായത് അയൺ കണ്ടന്റ് ഉള്ള മണ്ണിലായിരിക്കും അയൺ കണ്ടന്റ് ഉള്ള പഴങ്ങളും ഇലകളും ഉണ്ടായിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ശക്തമായിട്ട് വളരുകയുള്ളൂ എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊന്ന് ഈന്തപ്പഴത്തിൽ അയൺ കണ്ടന്റ് ഉണ്ട്. ഉണക്ക കറുത്ത മുന്തിരിങ്ങ, ഈ 3 പഴങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ എൻ്റെ അടുക്കൽ വരുന്നവർക്ക് എല്ലാവർക്കും ഇത് 3 സുഗമമായിട്ട് കഴിക്കാൻ പറയും. ഷുഗർ ഉണ്ടെങ്കിലും കഴിക്കാൻ പറയും. അതിൽ ഈന്തപ്പഴം മാത്രം അവർക്കൊന്ന് ഒഴിവാക്കും. അവർക്ക് മാതളവും ഉണക്ക മുന്തിരിങ്ങ കറുത്തതും കഴിക്കാൻ പറയും. ഈന്തപ്പഴം കഴിച്ചാൽ ഷുഗർ കൂടും. പക്ഷേ ആ കൂടുന്ന ഷുഗർ നമ്മൾ എക്സർസൈസ് ചെയ്യണമെങ്കിൽ തന്നെ നോർമലിലേക്ക് വരും. അരിയോ ഗോതമ്പോ കഴിക്കുമ്പോൾ കൂടുന്നത് പോലെ അല്ലത്. എങ്കിലും എല്ലാവർക്കും പേടി വരുമെന്നുള്ളത് കൊണ്ട് ഈന്തപ്പഴത്തെ തൽക്കാലത്തേക്കാണ് മാറ്റുന്നത്. ഇനി ഏതെല്ലാം ഇലകളാണ് നമുക്ക് അയൺ കണ്ടന്റ് തരാൻ ഉതകുന്ന ഇലകൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് കയ്യൂന്നി ഇലയാണ്. അതായത് നമ്മൾ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന കയ്യൂന്നി ഇല, പുതിനയില, മല്ലിയില, കറിവേപ്പില, ഈ 4 ഇലകളിലും അയൺ കണ്ടന്റ് ഉള്ളതാണ്. അയൺ കണ്ടന്റ്. അപ്പൊ ഈ അയൺ കണ്ടന്റ് വേണം, ബ്ലഡ് ഉണ്ടാകാനായിട്ട് അയൺ കണ്ടന്റ് വേണം. അതിന് പഴങ്ങളെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ കയ്യൂന്നി ഇലയെ ആശ്രയിക്കാം, പുതിനയിലയെ ആശ്രയിക്കാം, കറിവേപ്പില ആശ്രയിക്കാം, മല്ലിയില. ഇതില് ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത് കയ്യൂന്നി ഇല ഒരു 15 എണ്ണം അരച്ച് കരിക്കിൻ വെള്ളത്തിൽ കുടിക്കുക. 1-2 നേരം. വെറും വയറ്റിൽ വേണമെന്നില്ല, വെറും വയറ്റിൽ കഴിച്ചാൽ നല്ലത്. 1-2 നേരം 15 ഇല വീതം 2 നേരം. പുതിന ഇലയും മല്ലി ഇലയും
കടയിൽ നിന്ന് കിട്ടും. അത് ഓർഗാനിക് ആണ് എന്ന് ബോധ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. പുതിന കൃഷി ചെയ്ത് ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവും. എല്ലാ ഇതിലും ഫ്ലേവറായിട്ട് നമുക്ക് ചേർക്കുകയും ചെയ്യാം. പുതിനയില അങ്ങനെ എടുക്കാവൂ. കടയിൽ നിന്നും വാങ്ങുന്നതിനെ നമുക്ക് വിശ്വസിക്കാനാവില്ല. മല്ലിയിലയും അതുപോലെ തന്നെ, കറിവേപ്പിലയും അതുപോലെ. ഇതിലെല്ലാത്തിലും അയൺ കണ്ടന്റ് ഉള്ളതാണ്. കറിവേപ്പിലയിൽ ഗുണകരമായി കണ്ടിട്ടുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള കറിവേപ്പില അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് കൂടുതൽ ഗുണകരമായി കണ്ടിട്ടുണ്ട്. വെറുതെ ചമ്മന്തിയിൽ അരച്ച് കഴിക്കുന്നതിന് പകരം മോരിൽ കലക്കി കഴിക്കുക. എന്തിനാണ് ഈ മോരിൽ കലക്കി കഴിക്കുക എന്നുള്ളത്? മോരിലൂടെ പ്രോബയോട്ടിക് ബാക്ടീരിയ കൂടി ആമാശയത്തിലെത്തും. ഒരു ഇല, ഒരു ക്ലോറോഫിൽ, സസ്യജാലത്തിന് ക്ലോറോഫിൽ ദഹിപ്പിക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കില്ല, മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ അത് ദഹിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബേസിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. അതുകൊണ്ടാണ് മോര്, അതിനകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയ കൂടി ഉള്ളത് കൊണ്ട് അതിൽ കൊടുക്കും. മോരില് പുതിനയിലയും കറിവേപ്പിലയും മല്ലിലയും. കയ്യൂന്നി ഇല ഏറ്റവും നന്നായിട്ട് കണ്ടിട്ടുള്ളത് കരിക്കിൻ വെള്ളത്തിൽ കുടിക്കുമ്പോഴാണ്. കരിക്കിൻ വെള്ളം ഇല്ലെങ്കിൽ തേങ്ങാ വെള്ളം എടുക്കാം. തേങ്ങാ വെള്ളം ഇല്ലെങ്കിൽ പച്ചില എടുക്കാം, പച്ചവെള്ളത്തിൽ കുടിക്കാം. പക്ഷേ അത് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ കാലതാമസം വരും എന്ന് മാത്രം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഏതെല്ലാം മരുന്നുകളാണ് ഉപയോഗിക്കുക? ഇംഗ്ലീഷ് മരുന്നുകൾ, അയൺ ടാബ്ലറ്റുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ഞാൻ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ 2 എണ്ണമാണ്. ഒന്ന് ആയുർവേദത്തിലെ അശ്വഗന്ധ ചൂർണം. അശ്വഗന്ധ ചൂർണം 1 സ്പൂൺ 1/2 ഗ്ലാസ് പാലിൽ സമം വെള്ളം ചേർത്ത് കാച്ചി 2 നേരം കുടിക്കാം. അതാണ് ഒരു പരിഹാരം. അശ്വഗന്ധ ചൂർണം, അമുക്കരം ബേസ് ആയിട്ടുള്ള അശ്വഗന്ധ ചൂർണം. അതൊരു 5-6 പ്രാവശ്യം പാലിൽ കാച്ചി സ്ഫുടം ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇനി പാല് കഫം കൂടുതലുള്ളവരാണെങ്കിൽ പാല് വേണ്ട, 1 ഗ്ലാസ് വെള്ളത്തിൽ അശ്വഗന്ധ ചൂർണം കാച്ചി കുടിക്കുക. മറ്റൊന്ന് ഹോമിയോയില് ഫെറം ഫോസ് 6X എന്ന് പറഞ്ഞ മരുന്നുണ്ട്. ഫെറസ് അയൺ, ഫെറം ഫോസ് 6X. ഇതും ഒരു 5 ഗുളിക വീതം 3 നേരം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ നേരിടാനായിട്ട് പരിഹാരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസിൻ്റെ ഉള്ളടക്കം. ക്ലാസ്സിൽ പറയാൻ വന്ന കാര്യം.